ഹലോ, എല്ലാവരുടെയും വീട്ടിൽ ക്രിസ്മസൊക്കെ എവിടം വരെയായി? ഇപ്പോൾ ക്രിസ്മസിന് എല്ലാവരും കേക്ക് ഉണ്ടാക്കും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കേക്ക് തന്നെയാണ്. പക്ഷേ വൈറ്റ് കളറിലെ ഫ്രൂട്ട് കേക്കാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ചേർത്തേക്കുന്നത് ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് ഞാൻ പഞ്ചസാരയിൽ വേവിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ പൈനാപ്പിൾ ഉണ്ട്, പിന്നെ മിക്സ് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഇത് നാരങ്ങയാണ്, ഇത് പിന്നെ കിവി, പപ്പായ, മാംഗോ, റൈസിൻസ്, ഇത്രയുമാണ് ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് പഞ്ചസാരയിലിട്ട് തിളപ്പിച്ച് നല്ല ഡ്രൈ ആക്കി ഇങ്ങനെ കുറച്ചൊരു മോയ്സ്ചറായിട്ട് വെച്ചാൽ മതി. ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കൂടെ ചേരുന്ന ടേസ്റ്റ് വരുന്നതുകൊണ്ട്. പക്ഷേ അതിൻ്റെ ബേസ് വൈറ്റ് ആയിരിക്കും. ഇനി ബാക്കി സ്റ്റെപ്സ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഫ്രൂട്ട് കേക്കിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് ബട്ടറും ഒരു 1/4 കപ്പ് ക്രീം ചീസും എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2-3 തുള്ളി വാനില എസൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് വേണം ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ ആ ബട്ടറും ക്രീം ചീസും വാനില എസൻസും ഒന്ന് ബീറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര, നമ്മൾ ഫ്രൂട്ട്സ് കുറച്ച് പഞ്ചസാര ഇട്ട് വേവിച്ചിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതിനെ മിക്സ് ചെയ്ത് ഇടും. സ്റ്റെപ്പായിട്ട് ഞാൻ 2 മുട്ട ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളിതെല്ലാം ഇനിയിപ്പോൾ ഇലക്ട്രിക് മിക്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇനി ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ഫ്രൂട്ട്സ് ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഹാഫ് നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവും കൂടെ ഇട്ടിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി നോക്കാം. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നല്ല കളർഫുള്ളുമാണ്. ചെറിയ ഉപ്പ് രസവും കൂടെ ചേർന്നൊരു കേക്കാണ്. അപ്പോൾ സാധാരണ എല്ലാവരും വൈനും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടല്ലേ റിച്ച് പ്ലം കേക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല വൈറ്റ് കളറിൽ എന്നാൽ ഫ്രൂട്ട്സിൻ്റെ നല്ല ഫ്ലേവേഴ്സുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് ഓൾമോസ്റ്റ് ഒരു 1/4 ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവറും ബേക്കിംഗ് പൗഡറും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ ഒരു 55 മിനിറ്റ്സ് എങ്കിലും എടുക്കും ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഞാനിത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്യട്ടെ. ഇങ്ങനത്തെ 2 ട്രെയിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രെയിലോട്ട് ഒരു ഹാഫ് പോർഷനോളം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് ഒന്ന് കൊട്ടി കളഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മുടെ ആ ഫ്രൂട്ട് കേക്ക് ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരാം.